നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. കഴിഞ്ഞ 6-ാം തീയതി കേസിൽ വിധി പറയുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ജഡ്ജിക്ക് പനി ബാധിച്ചതോടെയാണ് തീയതി മാറ്റിയത്. 2025 ജനുവരി 27-നാണ് പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും അയൽവാസി ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, അപ്പോൾ ഇന്നെന്തായാലും കേസുമായി ബന്ധപ്പെട്ട് കോടതി നടപടികളുണ്ട്, ഒരു വിധി തന്നെ പ്രതീക്ഷിക്കുന്നു. അത് ചികിത്സ കൃത്യം 11 മണിയോട് കൂടി തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. ഏതാണ്ട് 12 മണിയോട് കൂടി തന്നെ നമുക്ക് ഈ വിശദാംശങ്ങൾ, വിധിയുടെ വിശദാംശങ്ങൾ അറിയാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഈ മാസം തന്നെ 6-ാം തീയതിയാണ് വിധി പറയാൻ വെച്ചിരുന്നത്. എന്നാൽ ജഡ്ജിയുടെ അനാരോഗ്യത്തെ തുടർന്നാണ് ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. കേസിൽ 82 സാക്ഷികളാണ് വിസ്തരിച്ചത്. ഇതിൽ 46 സാക്ഷികളുടെ മൊഴി പ്രതിയെ വായിച്ചു കേൾപ്പിച്ചു. എന്നാൽ പ്രതി ഈ കുറ്റം നിഷേധിക്കുകയാണ് ഉണ്ടായത്. നമുക്കറിയാം, ജനുവരി 25, 2025 ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. നെന്മാറ പോത്തുണ്ടിയിൽ ഈ പ്രതിയായിട്ടുള്ള ചെന്താമരയുടെ അയൽവാസികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയുമാണ് ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. അതിനു മുമ്പ് സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയത് 2019 ഓഗസ്റ്റ് 31-ാം തീയതി. ഈ ചെന്താമരയും അയാളുടെ ഭാര്യയും തമ്മിൽ ചില പിണക്കമുണ്ടായിരുന്നു. ഈ പിണക്കത്തിന് കാരണം അയൽവാസിയായ സജിതയാണ് എന്നുള്ളതായിരുന്നു ഈ ചെന്താമരയുടെ തെറ്റിദ്ധാരണ. ആ തെറ്റിദ്ധാരണയെ തുടർന്നാണ് ആദ്യം സജിതയെ 2019-നും പിന്നീട് സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും 2025 ജനുവരി 27-നും വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ക്രൂരമായൊരു കൊലപാതകമാണ്. ഈ സുധാകരന് 2 പെൺമക്കളാണുള്ളത്. ആ പെൺമക്കളെ പൂർണ്ണമായും അനാഥമാക്കുന്നു. അവർക്ക് മറ്റാരും സഹായമില്ലാത്തൊരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അത്ര വലിയൊരു ക്രൂരകൃത്യമാണ്, കേരളം നടുങ്ങിയ ഒരു ക്രൂരകൃത്യമാണ് ചെന്താമര ചെയ്തത്. അയാൾ വലിയൊരു ക്രിമിനലാണ്. അതായത് ഇനിയും, അതായത് സുധാകരനെയും ലക്ഷ്മിയും കൂടാതെ മറ്റു ചിലരെ കൂടി കൊല്ലാൻ പ്ലാനിട്ടിരുന്നു എന്നുള്ള വിവരമൊക്കെ തന്നെ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. അത്തരത്തിൽ സമൂഹത്തിനാകെ ദോഷം ചെയ്യുന്ന തരത്തിലുള്ള വലിയ ക്രിമിനലാണ്. അതുകൊണ്ട് തന്നെ കോടതി സഗൗരവം ഈ കേസിനെ കാണുന്നുണ്ട്. അത്തരത്തിലൊരു വിധി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട ജീവപര്യന്തവും 3.25 ലക്ഷം രൂപയുമാണ് പിഴ കിട്ടിയത്. ആ ഒരു ശിക്ഷാവിധി 2019 നടന്ന കേസിന് ശിക്ഷാവിധി വന്നിരുന്നു. ആ കേസിന് വിചാരണക്കിടെയാണ് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ചെന്താമര സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അത്ര ക്രൂരമായ ക്രൂരകൃത്യത്തിന് ഇന്ന് എന്ത് വിധിയാണ് കോടതി, എന്ത് ശിക്ഷയാണ് നൽകുക എന്നുള്ളത് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. ഒരു പക്ഷേ ശിക്ഷാവിധി ഒന്നും ഉണ്ടായില്ലെങ്കിൽ കൂടി ചെന്താമര കുറ്റക്കാരനാണോ അല്ലെ എന്ന കാര്യത്തിൽ, അതായത് ചെന്താമരയെ കുറ്റക്കാരനെന്ന് വിധിക്കും. അതിനുശേഷം ഒരു പക്ഷേ മറ്റൊരു ദിവസത്തേക്കായിരിക്കാം ശിക്ഷാവിധി പ്രഖ്യാപിക്കുക എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് 11 മണിക്ക് ആരംഭിച്ച് 12 മണി കൂടി തന്നെ ചെന്താമരയുടെ കേസിൽ, അതായത് സുധാകരനെയും ലക്ഷ്മിയും കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമരക്കെതിരായ വിധി പുറപ്പെടുവിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി, സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.